സാധ്യതയുണ്ട് സൂത്രത്തോടെ സ്പോക്കൺ ഇംഗ്ലീഷ്. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? നടന്നു കഴിയാൻ സാധ്യതയുള്ള ജോലികൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ചില ജോലികൾ നടക്കാൻ സാധ്യതയുണ്ട്. ഇനിയും ചില ജോലികൾ നടക്കാൻ സാധ്യതയുണ്ടാവില്ല. നടക്കാൻ സാധ്യതയുള്ള ജോലികളെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്ന് ഇപ്പോൾ അറിയാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? സാധ്യതയുണ്ട് സൂത്രം. മലയാള വാചകത്തിൽ അവസാനം സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ മൈറ്റ് എന്ന ഹെൽപ്പിംഗ് വെർബിനെ ഉപയോഗിക്കണം. മൈറ്റ് സമം സാധ്യത ഉണ്ട്. കഴിക്കാൻ സാധ്യതയുണ്ട്, സംസാരിക്കാൻ സാധ്യതയുണ്ട്, പോകാൻ സാധ്യതയുണ്ട്, പാടാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ എത്ര വേണമെങ്കിലും പറയാം. ഓക്കെ. ഈറ്റ് സമം കഴിക്കുക. മൈറ്റ് സമം സാധ്യതയുണ്ട്. മൈറ്റ് ഈറ്റ് എന്നാൽ കഴിക്കാൻ സാധ്യതയുണ്ട്. മൈറ്റ് സിംഗ് പാടാൻ സാധ്യതയുണ്ട്. മൈറ്റ് ടോക്ക് എന്നാൽ സംസാരിക്കാൻ സാധ്യതയുണ്ട്. ഇനിയും ചില ഉദാഹരണങ്ങൾ നെക്സ്റ്റ് പേജിൽ നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഇംഗ്ലീഷിൽ പോകാൻ സാധ്യതയുണ്ട് എന്നാൽ മൈറ്റ് ഗോ. വായിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ മൈറ്റ് റീഡ്. പഠിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ മൈറ്റ് ലേൺ. പാടാൻ സാധ്യതയുണ്ട് എന്നാൽ മൈറ്റ് സിംഗ്. സംസാരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ മൈറ്റ് ടോക്ക്. കഴിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ മൈറ്റ് ഈറ്റ്. കാണാൻ സാധ്യതയുണ്ട് എന്നാൽ മൈറ്റ് സീ. കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാൽ മൈറ്റ് പേ. എഴുതാൻ സാധ്യതയുണ്ട് എന്നാൽ മൈറ്റ് റൈറ്റ്. നടക്കാൻ സാധ്യതയുണ്ട് എന്നാൽ മൈറ്റ് വാക്ക്. ഇപ്പോൾ ഇവയെ വാക്യത്തിൽ എങ്ങനെ പറയണം എന്ന് നോക്കുക. ഞാൻ പോകാൻ സാധ്യതയുണ്ട് എന്നാൽ ഐ മൈറ്റ് ഗോ. ഞങ്ങൾ പോകാൻ സാധ്യതയുണ്ട് എന്നാൽ വി മൈറ്റ് ഗോ. നീ പോകാൻ സാധ്യതയുണ്ട് എന്നാൽ യു മൈറ്റ് ഗോ. അവൻ പോകാൻ സാധ്യതയുണ്ട് എന്നാൽ ഹി മൈറ്റ് ഗോ. അവൾ പോകാൻ സാധ്യതയുണ്ട് എന്നാൽ ഷീ മൈറ്റ് ഗോ. അവർ പോകാൻ സാധ്യതയുണ്ട് എന്നാൽ ദേ മൈറ്റ് ഗോ. ഞാൻ പഠിക്കുമായിരിക്കും എന്നാൽ ഐ മൈറ്റ് ലേൺ. ഞാൻ വായിക്കുമായിരിക്കും എന്നാൽ ഐ മൈറ്റ് റീഡ്. ഞാൻ പാടുമായിരിക്കും എന്നാൽ ഐ മൈറ്റ് സിംഗ്. ഞാൻ സംസാരിക്കുമായിരിക്കും എന്നാൽ ഐ മൈറ്റ് ടോക്ക്. ഞാൻ കഴിക്കുമായിരിക്കും എന്നാൽ ഐ മൈറ്റ് ഈറ്റ്. ഞാൻ കാണുമായിരിക്കും എന്നാൽ ഐ മൈറ്റ് സീ. ഞാൻ പണം കൊടുക്കുമായിരിക്കും എന്നാൽ ഐ മൈറ്റ് പേ. ഞാൻ എഴുതുമായിരിക്കും എന്നാൽ ഐ മൈറ്റ് റൈറ്റ്. ഞാൻ നടക്കുമായിരിക്കും എന്നാൽ ഐ മൈറ്റ് വാക്ക്. ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട് ജോലികൾ മൈറ്റ് ചേർത്ത് പറയാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? അവൻ മാങ്ങ കഴിക്കുമായിരിക്കും. അവൻ എന്നതിനെ ഒരു പദമാകെ ഡിവൈഡ് ചെയ്യുക. മാമ്പഴം എന്നതിനെ വേറൊരു പദമായി ഡിവൈഡ് ചെയ്യുക. കഴിക്കുമായിരിക്കും എന്നതിനെ വേറൊരു പദമായി ഡിവൈഡ് ചെയ്യുക. മൊത്തം 3 പദങ്ങൾ. അവൻ 1, അവസാന വാക്ക് 2, അതിനു മുമ്പ് വരുന്ന പദമായ മാങ്ങ 3. നമ്പർ പ്രകാരം പറഞ്ഞാൽ അവൻ മാമ്പഴം കഴിക്കുമായിരിക്കും എന്നാൽ ഹി മൈറ്റ് ഈറ്റ് എ മാംഗോ. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഇംഗ്ലീഷിൽ നമ്പർ 1, ഞാൻ പോകുമായിരിക്കും എന്നാൽ ഐ മൈറ്റ് ഗോ. നമ്പർ 2, ഞാൻ വായിക്കുമായിരിക്കും എന്നാൽ ഐ മൈറ്റ് റീഡ്. നമ്പർ 3, ഞാൻ പഠിക്കുമായിരിക്കും എന്നാൽ ഐ മൈറ്റ് ലേൺ. നമ്പർ 4, ഞാൻ പാടുമായിരിക്കും എന്നാൽ ഐ മൈറ്റ് സിംഗ്. നമ്പർ 5, ഞാൻ സംസാരിക്കുമായിരിക്കും എന്നാൽ ഐ മൈറ്റ് ടോക്ക്. നടക്കാൻ സാധ്യതയുള്ള ഏത് ജോലിയും മൈറ്റ് ചേർത്ത് പറയാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഡിയർ സ്റ്റുഡൻസ്, നടക്കാൻ സാധ്യതയുള്ള ജോലികളെ പറ്റി അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ജോലികളെ ഏത് ജോലിയായാലും മൈറ്റിന്റെ സഹായത്തോടെ ഇംഗ്ലീഷിൽ പറയാൻ കഴിയും എന്ന് 100% വിശ്വസിക്കുന്നു.